ഒരുപാട് സന്തോഷമുണ്ട്. മാനസിക സേവാ സമിതി ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്ഷണം ലഭിച്ചത്. രാമായണോത്സവം 2026 സമാപനത്തിലും ഉദ്ഘാടനത്തിലുമായിട്ടുള്ള ചടങ്ങിൽ എനിക്ക് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എടമക്കര ബന്ധത്തിലുള്ള കുടുംബാംഗങ്ങൾ ഈ രാമായണോത്സവത്തിൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ പങ്കെടുത്ത് 17 വർഷത്തോളം തുടർന്ന് രാമായണോത്സവം എന്ന വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീട്ടില് കുട്ടിക്കാലത്ത് ഒരു മാസം പെട്ടെന്ന് അമ്മ അച്ഛൻ എല്ലാവരും പെട്ടെന്ന് വീടിന്റെ അന്തരീക്ഷം മാറുന്ന ഒരു മാസമായിട്ടാണ് ഞാനിതിനെ കണ്ടത്. നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വൈകുന്നേരം അമ്മ നാമം ചൊല്ലുന്ന ശീലമുണ്ടായിരുന്നു. കുറച്ചു കാലം ഞാനും അമ്മയുടെ ഒപ്പം നിർബന്ധമായിട്ട് അമ്മ പറയും നാമം ചൊല്ലാൻ. രാമായണ മാസം ആയതുകൊണ്ടല്ല, പൊതുവെ ഞാൻ ഗുജറാത്തിൽ പഠിച്ചതുകൊണ്ട് പൊതുവെ വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. വൈകുന്നേരം അമ്മ നാമം ചൊല്ലുമ്പോൾ ഞാനും കൂടെ ഉണ്ടാവണം. അങ്ങനെ പിന്നീട് പ്രൈമറി സ്കൂളിൽ നിന്ന് ഹയർ സ്കൂളിലേക്ക് പഠനത്തിലേക്ക് ഞാൻ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ മറ്റു വിദ്യാഭ്യാസങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സയൻസും മാത്സും ഇംഗ്ലീഷും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചും കൂടി ഞാൻ അതിലേക്ക് ശ്രദ്ധ കൊടുത്താലാണ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് മുന്നേറാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറയുകയും എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ നാമം ചൊല്ലുന്ന കാര്യങ്ങളും മറ്റേതെല്ലാം ഒരു പതിയെ ഇല്ലാതായി തന്നെ പറയാം എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഒരു 19-20 വയസ്സായപ്പോഴാണ് ഞാൻ പിന്നീട് സിനിമ സ്വപ്നം കണ്ട് സിനിമയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാൻ പഠിച്ചതെല്ലാം പൊതുവെ നമ്മൾ ഒരു 10-20 വർഷം അല്ലെങ്കിൽ 15 വർഷത്തോളം സ്കൂളിൽ പോയി പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിനിയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും എതിരഭിപ്രായമായിരിക്കും. അങ്ങനെ സ്കൂളിൽ പഠിച്ചതൊന്നും എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ എത്തിയതിനു ശേഷം സിനിമാ പാരമ്പര്യം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും സിനിമയിൽ വരാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടാതെ പോയി. തുടക്കത്തിലുള്ള വർഷങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള വർഷങ്ങളായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ കാര്യത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളുണ്ടാവും. അത് അതിജീവിച്ച് പുറത്തു വരാൻ മാത്സും സയൻസും ഇംഗ്ലീഷും ഒരു രീതിയിലും സഹായിച്ചില്ല. അപ്പൊ എൻ്റെ 21 വയസ്സിൽ ഞാൻ എൻ്റെ ചെറിയച്ഛനുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ്. അപ്പൊ എൻ്റെ ചെറിയച്ഛൻ എന്നോട് പറയണം, നീ നാമം ചൊല്ലാൻ പഠിക്കണം ഒരിക്കൽ കൂടി. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത്രയും വർഷം ഇത്രയും ചെയ്തിട്ട് എൻ്റെ ചെറിയച്ഛൻ എന്നോട് പറയുന്നത് ഞാൻ നാമങ്ങളൊക്കെ പിന്നീട് പറയാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ചൊല്ലാൻ തുടങ്ങിയാൽ എൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഈ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണോ ചെറിയച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ചെറിയച്ഛൻ പറഞ്ഞു അങ്ങനെ. പിന്നെ ഞാൻ എൻ്റെ ചെറിയച്ഛനോട് അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു. ദൈവത്തെ ഓർത്ത് ഇതൊക്കെ ഈ മന്ത്രങ്ങൾ ചൊല്ലിയാൽ ജീവിതത്തിൽ മാജിക് സംഭവിക്കും, ഇതിലൂടെ ഞാൻ രക്ഷപ്പെടും എന്ന് മാത്രം പറയരുത്. അത് ഞാൻ അതിലേക്ക് പിന്നെ പറയാം. അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു കാര്യം കൂടി മനസ്സിൽ വന്നു. പക്ഷെ ചെറിയച്ഛനോട് ഇങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ ചെറിയച്ഛനോട് പറഞ്ഞത് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമ ചെയ്ത് വലിയ നടനാവുകയോ അങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ആവുകയോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അച്ഛനോടും അമ്മയോടുള്ള നിന്റെ പെരുമാറ്റം, അതേപോലെ തന്നെ നിനക്ക് വ്യക്തിപരമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ ഡെഫിനറ്റ്ലി കുറയുള്ളൂ. ഞാൻ ഇന്നിവിടെ നിന്ന് എൻ്റെ 18-19 വയസ്സിൽ എൻ്റെ ചെറിയച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ 38 വയസ്സ് തികഞ്ഞ സമയത്ത് ഞാൻ ശരിക്കും അതൊരു എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംസാരമായിരുന്നു. അതിലൂടെ ഞാൻ പിന്നീട് ഒരു 20-21 വയസ്സുകൾക്ക് ശേഷമാണ് ഞാൻ കൂടുതലും സ്പിരിച്വാലിറ്റി, അതേപോലെ തന്നെ സോക്കോൾഡ് നമ്മൾ വളരെ തമാശ രൂപയുടെ ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്. രാമായണ മാസം അല്ലെങ്കിൽ ഗീതോപദേശങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സത്യത്തിൽ ഈ ചടങ്ങിൽ ഞാൻ നോക്കുന്നത് വളരെ സീനിയർ സിറ്റിസണും അതേപോലെ തന്നെ വളരെ ചെറിയ കുട്ടികളാണ് കൂടുതലും പങ്കെടുത്തേക്കണേ. സത്യത്തിൽ അടുത്ത വർഷം ഞാൻ ആഗ്രഹിക്കുന്നത് കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തലമുറയുടെ 8ാം ക്ലാസ് മുതൽ ഒരു 14 വയസ്സും ഒരു 25 വയസ്സിന്റെ ഇടയിൽ നിൽക്കുന്ന നമ്മുടെ നാടിനെയും രാജ്യത്തിനെയും അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന കുട്ടികളും ഇതിൽ പങ്കെടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് നമുക്കൊരു ഒരു മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. എല്ലാ കാര്യങ്ങളൊന്നും അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ചുറ്റും നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന
ആൾക്കാർ ആരും പിന്നീട് ഒരു 10 വർഷം മുന്നോട്ട് അല്ലെങ്കിൽ 10 വർഷം പിന്നോട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയത് രാമായണ മാസം ഒരു ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദു വിശ്വാസത്തിന്റെ ഒരു പുസ്തകത്തിന്റെ ഉള്ളിൽ ചുരുക്കം രീതിയിൽ കാണേണ്ട കാര്യമല്ലാണ്. കേരളത്തിൽ തന്നെ എല്ലാവരും ഇതൊരു കൾച്ചറൽ ഇവന്റ് അല്ലെങ്കിൽ ഇവന്റ് അല്ല, കൾച്ചറൽ ഒരു നാടിന്റെ സംസ്കാരമാണ്. അത് എല്ലാ തരത്തിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഓരോ ഘട്ടത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു മഹോത്സവമായി മാറട്ടെ. മാനവ സേവാ സമിതി ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് 17 വർഷത്തോളം നടക്കുന്ന കാര്യം 19ലേക്ക് പോട്ടെ. ഇവിടുന്ന് ഈ ഇത്തരം കുടുംബങ്ങൾ ഇത് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളും അറിയട്ടെ, വലിയൊരു ചടങ്ങായി മാറട്ടെ എന്ന് മാത്രമല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, എൻ്റെ വീട്ടില് അമ്മ ഇങ്ങനെ രാമായണ മാസം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. അമ്മ പെട്ടെന്ന് എല്ലാ വർഷവും ഉണ്ട്, പക്ഷെ ഇത്തവണ ഒറ്റപ്പാലത്ത് വീട്ടിൽ പോയപ്പോൾ അമ്മ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്തായി? അപ്പൊ അമ്മയും പറയുന്നുണ്ട് കഴിഞ്ഞു ഇന്നത്തെ. ഞാൻ സത്യത്തിൽ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ രാമായണം വായിച്ചില്ല, അതാണ് എൻ്റെ ഒരു സത്യം. അപ്പൊ ഈ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഇതൊരു ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കാര്യമായി മാറരുത്. ബിക്കോസ് ഇത് നമ്മൾ എല്ലാവരും കാണുന്ന പോലെ അത്ര നിസ്സാരമായി എടുക്കേണ്ട കാര്യമല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ജനിച്ചത് ഇന്ത്യ എന്ന രാജ്യത്തിലാണ്. എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു നാട്ടിലാണ് നമ്മൾ. ഈ നാടാണ് നമ്മുടെ സംസ്കാരം നമുക്ക് തന്നത്. ഈ സംസ്കാരത്തിലാണ് ശ്രീരാമനും അയ്യപ്പനും എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരും വളരെ നിസ്സാരമായി കണ്ട് ഒരു മാസം ഭയങ്കരമായിട്ട് ഭക്തി മുന്നോട്ട് വെച്ച് ഇതിനെ കുട്ടിയാഘോഷിക്കുന്ന രീതിയിൽ മാത്രമായി ചുരുങ്ങി പോകരുത്. ഞാൻ ആദ്യമായി പറഞ്ഞു, ഇവിടെ വരാതെ ഇരുന്ന കുട്ടികളാണ് ഇനി ഭാവി തലമുറ. അവരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇതിനെ കൂടുതലും ഭംഗിയായിട്ട് ഈ വർഷം എന്തൊക്കെയാണ് ഇന്ന് ഈ ചടങ്ങിൽ മിസ്സിംഗ് ആയ കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കി ഈവൻ ഇവിടുത്തെ കമ്മിറ്റി മെമ്പറിൽ അംഗത്വം കൂടുതലും ഇവിടുത്തെ കുട്ടികളാണ് എടുക്കേണ്ടത്. ഇവിടുത്തെ യൂത്ത് വിങ്ങിലൊക്കെ കുറച്ചും കൂടി യൂത്തായ ആൾക്കാർ ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു രീതിയിൽ ഇവിടെ വരാൻ സാധിച്ചു, നിങ്ങളുമായിട്ട് ഇത്രയും കാര്യം പങ്കുവയ്ക്കാൻ സാധിച്ചു. മാത്രമല്ല ഇന്ന് ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ആവശ്യക്കാർക്ക് വീൽ ചെയർ കൊടുക്കണമെന്ന് ഞാൻ കേട്ടു. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ രീതിയിലും മംഗളം ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാം. കുറേ സമയത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ കുറേ ആൾക്കാരെ കാണുന്നത്. ഞാൻ 2024 അവസാനം പടം റിലീസായിട്ട് പിന്നെ ഞാൻ സിനിമ ചർച്ചകളിലിരിക്കുകയാണ്. സിനിമ പുതിയതായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയ സിനിമകൾ വരുമ്പോൾ ഇത്രയും കാലം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വരുന്ന സിനിമകൾ നിങ്ങൾ പോയി കാണണം, പ്രാർത്ഥനയിൽ വെക്കണം. എന്നാലും ഒരുപാട് സന്തോഷം വരാൻ സാധിച്ചത്. ഇനിയും ഇങ്ങനത്തെ ചടങ്ങുകളുണ്ടെങ്കിൽ എന്നെ ക്ഷണിക്കണം, വരാം. താങ്ക് യു.